ഹലോ നമസ്തേ, വെൽക്കം ടു D2O സോൺ. ആദ്യമായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് gmail.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നേരെ ജിമെയിലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പ്രവേശിക്കും. അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനു വേണ്ടിയാണോ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് മൈ സെൽഫോ മൈ ചൈൽഡോ കൊടുത്ത് നമ്മൾ ഓപ്പൺ ആക്കുക. ഇവിടെ നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ് എന്നിവയെല്ലാം കൊടുക്കാനുള്ള സ്ഥലമാണ്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തതിന് ശേഷം യൂസർ നെയിം എന്താണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നെയിം അടിച്ചു കൊടുക്കുക. ചിലപ്പോഴൊക്കെ അത് ഓപ്ഷണലായിട്ട് അവർ തരും, കാരണം നേരത്തെ ചെയ്ത് പോയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡ് മാർക്കിൽ അടിച്ച് കാണിക്കും. അപ്പം നമ്മളിത് മാറ്റി നമുക്ക് പറ്റുന്ന ഏതാണോ അത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങൾക്കും മെയിൽ ഐ ഡി, ഫോൺ നമ്പർ പോലെ തന്നെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മെയിൽ ഐ ഡി ഇല്ലാത്തവർ ചുരുക്കമെന്ന് തന്നെ പറയാം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പം ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള, ഇച്ചിരി പാടുള്ളതുമായിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷോ പാസ്വേഡ് കൊടുത്താൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ആവശ്യമെങ്കിൽ ഫോൺ നമ്പറും മറ്റൊരു മെയിൽ ഐ ഡിയും കൊടുക്കാം. റിക്കവറി ചെയ്യുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റി മെയിലുകൾ വരുന്നതിനോ ഇത് ഉപകാരപ്പെടും. ശേഷം ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. താഴെ കാണുന്ന എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മെയിൽ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ദി ജിമെയിൽ ആപ്പ് കൊടുത്താൽ നമ്മുടെ ഫോണിലെ ജിമെയിൽ ആപ്പിലേക്ക് നേരിട്ട് ഓപ്പൺ ആയിക്കോളും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ യൂസ് ദി വെബ് വെർഷന് ഏറ്റവും താഴെ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം വെബ്സൈറ്റിൽ തന്നെ ഓപ്പൺ ആയിക്കോളും. മുകളിൽ 3 ഡോട്ട് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലേക്ക് പോകും. അവിടെ പ്രൈമറിക്കകത്ത് നമുക്ക് വന്ന മെസ്സേജുകൾ, സോഷ്യൽ എന്നുള്ളത് നമ്മുടെ യൂട്യൂബുമായിട്ട് നമ്മുടെ മെയിലിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജുകളൊക്കെ വരും. സെൻഡ് മെയിൽ എന്ന ഓപ്ഷനിനകത്താണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാം. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസാണ് അത്. ഇനി നമുക്ക് ആർക്കെങ്കിലും മെയിൽ അയക്കണമെങ്കിൽ മുകളിൽ കാണുന്ന ആ പെൻസിൽ ചിഹ്നം കണ്ടോ, റെഡ് കളറിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 എന്ന് കൊടുത്തേക്കുന്നിടത്ത് നമുക്ക് ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. ഈ BCC എന്ന് കൊടുത്തിരിക്കുന്നത് ഓപ്ഷനിലാണ്. നമുക്ക് ഒന്നിലധികം ആൾക്കാർക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ മെയിൽ ഐ ഡി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ അയക്കുന്ന സെയിം മെയിൽ തന്നെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കും. സബ്ജക്റ്റ് എന്നുള്ളിടത്ത് നമ്മളുടെ മെയിൽ എന്തിനു വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് ടൈപ്പ് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് മെയിൽ അയക്കേണ്ട മാറ്റർ എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഗുഡ് മോർണിംഗ് എന്ന് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളുടെ മാറ്ററിൻ്റെ കൂടെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫോണിലാണെങ്കിൽ ഫോണിൻ്റെ ഗാലറിയിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൻ്റെ ഗാലറിയിലേക്ക് പോകാം. അവിടെ നിന്നും ആവശ്യമായ ഇമേജ് സെലക്ട് ചെയ്താൽ നമ്മുടെ മെയിലിലേക്ക് അത് ഓപ്പൺ ആകും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയലും അറ്റാച്ച് ആയി കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ മെയിൽ സെൻഡ് ആയി കഴിഞ്ഞു. ചെറിയ മെയിലുകളും അറ്റാച്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെൻഡ്. സൈസ് കൂടിയതാണെങ്കിൽ ആ നെറ്റിൻ്റെ ഇതനുസരിച്ച്, വേഗത അനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി താമസം വന്നിരിക്കും. ഇവിടെ സെൻഡ് മെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് നമ്മളിപ്പോൾ അയച്ച മെയിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഒന്നുകൂടെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളും കാണാം. ഇനി നമുക്ക് അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന മെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷനായ സൈൻ ഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഡിവൈസിൽ നിന്ന് നമ്മുടെ മെയിൽ ഐ ഡി കളയണമെന്നുണ്ടെങ്കിൽ റിമൂവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വരുന്ന റെഡ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് യെസ് റിമൂവ് കൊടുത്താൽ മതി. നമ്മുടെ ഡിവൈസിൽ നിന്ന് അക്കൗണ്ട് മാഞ്ഞു പോയിക്കോളും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.